ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വളരെ സിമ്പിളായിട്ട് കാര്യമാണ്. പോപ്കോൺ എങ്ങനെ ഉണ്ടാക്കാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പോപ്കോൺ ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ട് കാര്യം. നമുക്കിതാ ഇതുപോലത്തെ പോപ്കോൺ കടയിൽ നിന്ന് മേടിക്കുക. അതിനുശേഷം ഏത് പാത്രത്തിലിട്ടാണെങ്കിലും ശരി ഈസി ആയിട്ട് പോപ്കോൺ ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് പോപ്കോൺ മാതൃകയിൽ മറ്റൊരു സാധനം ഉപയോഗിച്ച് പോപ്കോൺ ഉണ്ടാക്കിയെടുക്കാം. അതായത് സാധാരണ നമ്മുടെ ചെറുപയർ ഉപയോഗിച്ച്, അതായത് പച്ചപ്പയർ ഉപയോഗിച്ച്, സാധാരണ നമ്മുടെ മഡ് ബീൻസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പോപ്കോൺ തയ്യാറാക്കി എടുക്കാം എന്നുള്ള കാര്യമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അതായത് വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അതിലേക്ക് കിടക്കുന്നതിന് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. വീഡിയോ കാണുന്നത് നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ മസ്റ്റായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒട്ടും താമസിക്കുന്നില്ല, നമ്മുടെ ചെറുപയർ ഉപയോഗിച്ചുള്ള അടിപൊളി പോപ്കോൺ നമുക്ക് തയ്യാറാക്കാം. അപ്പം ഞാൻ അതിനോട് ഉപയോഗിക്കുന്നത് സാധാരണ പ്രഷർ കുക്കറാണ്. ആ കുക്കർ നമുക്ക് എടുക്കാം. ഇത് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്ക് ഒരല്പം ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ അല്ലെങ്കിൽ എണ്ണയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ബട്ടറാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രം. അല്പം ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ ബട്ടർ ഒന്ന് ശരിക്ക് മെൽറ്റ് ആകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ബട്ടർ ശരിക്ക് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ ചെറുപയർ, അതായത് നമ്മുടെ മഡ് ബീൻസ്, ഓക്കെ, നമുക്ക് ആവശ്യം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്കിടാം. ഇത്രത്തോളമാണ് ഞാൻ മഡ് ബീൻസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അല്പം കൂടി ഇടാം. അതിനുശേഷം ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കൊരല്പം കൂടി ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഒരു ഫ്ലേവർ കിട്ടാനോ നല്ല ടേസ്റ്റ് കിട്ടാനൊക്കെ ആയിട്ട് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് ഇളക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇങ്ങനെ അടച്ച് വെച്ച് നമുക്കൊരു 5 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം ഇത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നില്ല, ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് ഓപ്പൺ ചെയ്യാത്തത്. നമുക്ക് ഈ സൗണ്ട് കേൾക്കാം, പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് കേൾക്കാം. ഇപ്പം നമ്മളിത് ഓപ്പൺ ചെയ്താൽ ഇതെല്ലാം കൂടെ മൊത്തത്തിൽ വെളിയിലേക്ക് തെറിക്കും. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒന്ന് ശരിക്ക് ഒന്ന് പൊട്ടട്ടെ. അതിനുശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം പൊട്ടി തീർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം എല്ലാം കറക്റ്റായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു മഡ് ബീൻസിൻ്റെ, അതായത് ആ